ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ തക്കാളിയൊന്നും തീരെ വണ്ണം വെക്കുന്നില്ല, കായ് വണ്ണം വെക്കുന്നില്ല. അതിനൊന്നും ഒരു ശേഷം നല്ലോണം പൂവും കായെല്ലാം വരാൻ വേണ്ടിയിട്ട് ഞാനൊരു വളം കൊടുക്കാനാണ് പോകുന്നത്. അതെന്നാ വെച്ചാൽ ഒരു ഉപ്പ് എന്ന് വെച്ചാൽ ഇതാ എപ്സം സാൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. 4 ലിറ്റർ വെള്ളത്തിന് 4 സ്പൂണ് എപ്സം സാൾട്ട് ഇടണം. പിന്നെ ലേശം ചാരവും ഇത് ചാരാണിത്. ഇത് കണ്ട ചാരം ഇതും കൂടി ഞാൻ ഇട്ടിട്ട് ഒരു വളം കൊടുക്കട്ടെ. വേഗം കായും പൂണ്ട 1 2 3 4 ലിറ്റർ വെള്ളം. ഇത് കണ്ട ഇത് അരിയാൻ പണിയുണ്ട്. അരിയട്ടെ. അത് എടുത്തിട്ടാണ് ഞാനിപ്പം കൊടുക്കുന്നത്. ഇതിപ്പോൾ എപ്സം സാൾട്ടാണ് അതല്ല. ഇത് കണ്ട എപ്സം സാൾട്ട് നമുക്ക് കാണുന്നില്ല അല്ലേ? ഇതാണ് എപ്സം സാൾട്ടായത് കേട്ടോ. എപ്സം സാൾട്ട് അത് തലമറിഞ്ഞു പോയി തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നത് കൊണ്ട് പിന്നെ എപ്സം സാൾട്ടായത്. ഇതിപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് അത് കലക്കാൻ വേണ്ടി അവിടെ വെച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് 4 സ്പൂണിന് അതിൻ്റെ ഇരട്ടി അത്ര പോലെ തന്നെ പിന്നെ ചാരം ഞാൻ കണ്ടില്ലേ. 1 2 3 4 സ്പൂണിൻ്റെ അത്ര തന്നെ. അത്ര അതിൽ ലേശധികം ഇവിടെ ചേർക്കാൻ കുഴപ്പമില്ല. അത് അത്ര തന്നെ, അത്രയേ ഉള്ളൂ. ഞാൻ അത് എല്ലാം കൂടി കലക്കി നിങ്ങൾക്കിത് കലക്കിയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ തക്കാളിക്കും ഇനി കൊടുക്കാമല്ലോ. ബാക്കിയുള്ള എല്ലാവരും കൊടുക്കാം. ഇത് തൽക്കാലം ഞാൻ തക്കാളിക്ക് കൊടുക്കുന്നില്ല. മറ്റേത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇതിപ്പോൾ എടുക്കുന്നത്. എന്താ ചെയ്തതെന്നുള്ളത് കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വിളവ് എടുക്കാനുണ്ട്, അതും ഞാൻ നിങ്ങളെടുത്ത് കാണിച്ചു തരാം. ഇതിപ്പം കണ്ടല്ലോ, കണ്ടാ ഇതിപ്പം പ്രത്യേകിച്ചും ആണിയാണ്. ഇത് അരിയാൻ പണിയുണ്ട്. ഇത് അതിൻ്റെ ചുവടിൽ മുട്ടാതെ കൊണ്ട് മറ്റേനും മുട്ടാതെ കുറച്ച് ദൂരെ കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം പിന്നെ മരട് ഇളക്കിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതിനാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. കണ്ടല്ലോ, അത് ഞാനിപ്പം കൊടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെയെല്ലാം കൊടുത്താൽ മാത്രമേ കായ് വണ്ണം കുറവാണ്. തക്കാളി പൂക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കായ് വണ്ണം എന്തെങ്കിലും വേഗം കായ് എന്തെങ്കിലും വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഒഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഇതിൻ്റെ ചൂടിന് ഈ വേരിന് മുട്ടാതെ കൊണ്ട് ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ പുറത്തേക്കൂടി ഇങ്ങനെ ചുറ്റും ഒരു വര വരഞ്ഞിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. കണ്ടില്ലേ, ഇത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, അതേപോലെ അതിന് മെരടിന് ചുറ്റാണ്ട് മെരടിന് മുട്ടിയാൽ ഉണക്കം വന്നു എങ്ങനെ നോക്കണം. ഈ ചാരമല്ലേ, ചാരം അതാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതെന്തിനാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും പോലെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആക്കി കൊടുത്തു. ഇതിപ്പം ഇതിന് വേണ്ടി ചെയ്താൽ ഞാനിങ്ങനെ ചുറ്റും വരഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ല അതിന് വേരിനെല്ലാം തട്ടി ഇടങ്ങാറായിപ്പോവും. ഉണ്ടല്ലേ, ഇതിപ്പോൾ പിന്നെ കലക്കി ഒഴിച്ച് കൊടുത്താൽ വേഗം പിടിക്കും. അതിനാണ് കലക്കി ഒഴിച്ച് കൊടുക്കുന്നത്. ഉണ്ടല്ലേ, ഇതിൻ്റെ ചുറ്റും ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒറ്റപ്പൊടി വെള്ളം എന്ന് പറഞ്ഞതില്ല ഇനി. ഉണ്ടല്ലേ, ഉണ്ടല്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. തക്കാളിക്ക് മാത്രമേ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നില്ല ഞാൻ. മറ്റേത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. എല്ലാറ്റിനും ഒഴിച്ച് കൊടുക്കുക, പക്ഷെ ഇപ്പം തക്കാളിക്ക് മാത്രം കൊടുക്കുക. ഉണ്ടല്ലേ, ഇതുപോലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം പൂവും കായും ഇടാൻ വേണ്ടിയിട്ടാണ്. അതിനെ ചാരം കൂട്ടുന്നത് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടാണ്.
ഇത് മെഗ്നീഷ്യത്തിൻ്റെ കുറവ്, ഇത് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഇത് ഈ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഈ മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ് കൊണ്ടും മഞ്ഞളിപ്പ് ഇതെല്ലാം ഉണ്ടാവും. അതിനാണ് അതിൻ്റെ കൂടെ ചാരം കൂട്ടി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പൂക്കാനും കായ്ക്കാനും നല്ലപോലെ പൂവും കായും ഉണ്ടായി വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ആ മെഗ്നീഷ്യത്തിൻ്റെ കുറവ് ശരിയായാൽ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതങ്ങ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലേ, ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാ ഇതെല്ലാം ഉണങ്ങിപ്പോയ പോലെ ആയിപ്പോയി. ഇത് വെള്ളം മതിയാകുന്നില്ല. വൈകുന്നേരം കൂടി വെള്ളം അടിച്ചു കൊടുക്കണം. അതിനെനിക്ക് പറ്റുന്നില്ല, 2 നേരം അടിക്കാൻ സമയമില്ല. അപ്പോൾ ഇതുങ്ങൾക്ക് ഭയങ്കര വിഷമം. ഇതിൻ്റെ മേലെ കുറച്ച് ചകരിച്ചോറ് ആക്കി ഇട്ട് കൊടുക്കാം, അതേ ശരിയാവൂല. കണ്ടില്ലേ, ഇതിനൊന്നും വെള്ളം പോരാതെ പോലെ ആയിപ്പോയി. ഉണ്ടല്ലേ, ഇതേപോലെ ഞാനിപ്പോൾ തക്കാളിക്ക് മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടു. ഇനിയിപ്പോൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നെ കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ലേശം വളം ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ വിളവ് എടുക്കട്ടെ. എൻ്റെ പയറ് വിളവ് വേണ്ട, പയറ് വേണ്ട, ഈ പയറുണ്ടായിട്ട് വേണ്ട. ഇനി നമുക്ക് ഈ വിളവ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടാ പയറ് ഇപ്പോൾ ഉറുമ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉറുമ്പിനൊരു വളം മരുന്ന് കൊടുക്കണം, മരുന്ന് വെച്ച് കൊടുക്കണം. ഉറുമ്പ് വരുന്നുണ്ട്. ഉറുമ്പ് വന്നാൽ പയറ് പോയി പോവും. ഇതിനെല്ലാം ഇത് കൊടുക്കണം, മാഗ്നീഷ്യം സൾഫേറ്റ്. കണ്ടാ ഉറുമ്പ് വന്നിട്ട് വേണ്ട, പയറുണ്ട്. ഞാനിനി ഒരുപാട് ദീർഘമായിപ്പോണ്ട, ഞാനതുകൊണ്ട് ഇനി കണ്ട ഇങ്ങനത്തെ ഒരു കുഞ്ഞു വിളവെടുപ്പ് വേണ്ട. ഇത്തിരി അതിൽ ബാക്കിയെല്ലാം ഞാൻ അതിൻ്റെ കക്കിരിക്ക നാളേക്ക് പറിക്കാനുണ്ട്. ഇത്രയും കുറച്ചും കൂടി വളരാൻ എന്നോട് പറിച്ചിട്ടില്ല. താലോലി ഇത് പയറ് ഇത് കൂടിയുള്ളതാണ്. കണ്ടില്ലേ, ഇത് വേണ്ട, ഇത് വെണ്ടയ്ക്കും കൂടിയാണ്. ഇതിൻ്റെ വിളവെടുപ്പ് കൂടിയായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.